നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദി ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ജീവിതത്തിൽ നമ്മളെല്ലാ ആളുകളും പലപ്പോഴും ചില കാര്യങ്ങൾ എടുത്ത് നെഞ്ചിൽ വച്ചിട്ട്, അല്ലെ ചില കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് അതിൻ്റെ ഭാരവും ചുമന്ന് ജീവിക്കുന്ന ആളുകളാണ്. അതൊരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം നമ്മൾ ചുമക്കുന്ന ആ ഭാരം. അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ച ആ സിറ്റുവേഷൻ ആയിരിക്കാം നമ്മൾ ചുമക്കുന്ന ഭാരം. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടായ വളരെ മോശമായ ഒരു അനുഭവമായിരിക്കാം നമ്മൾ ചുമക്കുന്ന ഭാരം. അതല്ലെങ്കിൽ ഏതെങ്കിലും ചില സാഹചര്യങ്ങൾ നമ്മളെ ഒന്ന് പെട്ടതിന്റെ അതിന്റെ കൈപ്പേറിയ ഓർമ്മകളായിരിക്കാം നമ്മുടെ ആ ഒരു ഭാരം. ഇത്തരത്തില് പലതരം ഭാരങ്ങൾ ചുമന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണ്. നമുക്കുണ്ടായ ചില വേദനാജനകമായ സിറ്റുവേഷൻസിനെ, ചില വ്യക്തികളെ നഷ്ടപ്പെടുന്നതിനെ, ചില വ്യക്തികളെ ഏൽപ്പിച്ച വ്രണങ്ങളെ, മുറിവുകളെ, ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഇങ്ങനെ പിടിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. തിരിച്ചറിയേണ്ടത് അതങ്ങനെ പിടിച്ചു വച്ചാൽ നമ്മൾ കൂടുതൽ കൂടുതൽ നശിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ കയ്യിൽ കുറച്ച് നല്ല ചൂടുള്ള അല്ലെങ്കിൽ കത്തുന്ന കൽക്കരി എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് ആ സിറ്റുവേഷൻസിനെതിരെ എറിയാനായിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തികൾക്കെതിരെ എറിയാനായിട്ട്. പക്ഷെ ആ വ്യക്തികളെ എറിയാനായിട്ട് കിട്ടണില്ല. എന്താ സംഭവിക്കണേ? ഇത് നമ്മുടെ കയ്യിലിരുന്ന് നമ്മുടെ കൈ അങ്ങോട്ട് ചൂടായി പൊള്ളി ഇല്ലാതാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തില് നിങ്ങളിപ്പോ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാരത്തെ ഇറക്കി വെക്കാനായി സമയമായി എന്ന തിരിച്ചറിവ് നൽകുന്ന 6 ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമ്പർ 1, യു ആർ ഇമോഷണലി കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ്. നിങ്ങൾ വൈകാരികമായി പൂർണ്ണമായും ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾക്ക് വൈകാരികമായിട്ട് സന്തോഷം, വൈകാരികമായിട്ട് ആവേശം തുടങ്ങി ധാരാളം പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉള്ള വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു വികാരവും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കിനി ഇമോഷൻ ഇല്ല. നിങ്ങൾ ഈ ഡ്രെയിൻ ചെയ്ത് ഇമോഷൻലെസ് വ്യക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നതെങ്കിൽ എത്രയും വേഗം നിങ്ങൾ ആ വിട്ടുകളയേണ്ട കാര്യത്തെ വിട്ടുകളയണം. ആ ലെറ്റ് ഇറ്റ് ഗോ ആറ്റിറ്റ്യൂഡ് എടുത്തേ മതിയാവൂ. അതല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, വളരെ ചുരുക്കമുള്ള ജീവിതം എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ലാത്ത ഒന്നായി മാറാൻ അത് കാരണമാവും. അതുകൊണ്ട് വിട്ടുകളയേണ്ട സമയമായി. നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയെങ്കിൽ, നിങ്ങൾ ഇമോഷണലി ഡ്രെയിൻഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ വിട്ട് കളഞ്ഞൊരു പുതിയ തുടക്കം അങ്ങോട്ട് തുടങ്ങ്. നിങ്ങൾ തയ്യാറാണോ പുതിയൊരു തുടക്കം തുടങ്ങാൻ? എങ്കിൽ ഐ നീഡ് എ ഫ്രഷ് സ്റ്റാർട്ട്. ഒരു പുതിയ തുടക്കം എനിക്ക് വേണം എന്ന അർത്ഥം വരുന്ന രീതിയിൽ ഫ്രഷ് സ്റ്റാർട്ട് എന്നൊന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ FS എന്ന് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 2, ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതും നിങ്ങൾ ചിന്തിക്കാത്തതുമായ, നിങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്ന മേഖലയുമായി ബന്ധമില്ലാത്ത പുതിയ കുറെ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് തുറക്കും. അതെന്തിനാന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻസും മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു വേദനകളും അതുമായി ബന്ധപ്പെട്ട പാറ്റേണും അനുഭവം നിങ്ങൾക്ക് ഇനിയും വരാണ്ടിരിക്കാൻ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അല്ലാത്ത മറ്റൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. ജീവിതത്തിൽ പുതിയ കുറെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്. ഈ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ ഇന്നേ വരെ ആഗ്രഹിക്കാത്തതും ഇന്നേ വരെ നിങ്ങൾ ചിന്തിക്കാത്തതുമായ ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ തിരിച്ചറിഞ്ഞോ സുഹൃത്തുക്കളെ, നിങ്ങൾ നിലവിൽ പിടിച്ചിരിക്കുന്ന, നിലവിൽ നിങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഭാരമാകുന്ന ആ പർട്ടിക്കുലർ ലഗേജിനെ ഡ്രോപ്പ് ചെയ്ത് ഈ പുതിയ ഓപ്പർച്യൂണിറ്റി എടുത്തുകൊണ്ട് ഫ്രഷ് സ്റ്റാർട്ടോടുകൂടി മുന്നോട്ട് പോകാൻ സമയമേ. അതുകൊണ്ടാണ് ഒരു ഫ്രഷ് ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതും രണ്ടാമത്തെ ഒരു ലക്ഷണമാണ്. 3, യു എക്സ്പീരിയൻസ് റിപ്പീറ്റഡ് സൈൻസ് ടു മൂവ്. 1, 2, 3 തവണയല്ല, വീണ്ടും 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 നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള പല 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 സൈൻസ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ആ വിട്ടുകളയാതെ കയ്യിൽ വെച്ചിരിക്കുന്ന കാര്യം വിട്ടുകളയാനായി, അതൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി തന്നെ പുതിയ 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 കാരണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയാണ്. ആ സാഹചര്യമാണെങ്കിൽ ആ സാഹചര്യം തന്നെ പുതിയ 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 കാരണങ്ങൾ ഉണ്ടാക്കി തരികയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അങ്ങനെ വിട്ടുകളയാൻ കഴിയാത്ത, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ആൺകുട്ടിയാണെന്നിരിക്കട്ടെ, ആ വ്യക്തി എല്ലാം ശരിയായി മിടുക്കനായി അല്ലെങ്കിൽ മിടുക്കിയായി വീണ്ടും ആ റിലേഷൻ നന്നായി പോകും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണത്. എന്നിട്ടാണ് നിങ്ങൾ അന്ന് അനുഭവിച്ച വേദനകളും ആ വ്യക്തി മൂലം ഏറ്റ മുറിവുകളും ഒക്കെ ചിന്തിച്ച് ആ ലഗേജോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കണം. അതേ വ്യക്തി വീണ്ടും നിങ്ങളെ നോവിക്കുകയും വീണ്ടും സൈൻസ് തരികയും ചെയ്യും.
എന്നെ വിട്ട് കളഞ്ഞേക്ക് എന്ന അർത്ഥം ഇൻഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതല്ല, നിങ്ങൾ താമസിക്കുന്ന ഒരു സഹവാസം അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരോടെയാണ് താമസിക്കുന്നതെങ്കിൽ, ഒരു വീട്ടിൽ നിങ്ങൾ 3-4 പേര് താമസിക്കുന്നുണ്ട്, ഇവരെല്ലാം നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി തന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് ഇറങ്ങി പോകാനായിട്ട് ഇൻഡയറക്ട്ലി ഇവരായി തന്നെ അവസരം ഒരുക്കി തരും. ഇതും നമ്മൾ അറിയാതെ റിപ്പീറ്റഡ് ആയി നമുക്ക് കിട്ടുന്ന റിപ്പീറ്റഡ് സൈൻസ് ആണ് അവിടെ നിന്നും ലെറ്റ് ഇറ്റ് ഗോ ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ വേണ്ടി. 4, ഹോൾഡിങ് ഓൺ ടു ഫീലിംഗ് ദാൻ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കുണ്ടായ വൈകാരികമായ കാര്യത്തിൽ തന്നെ പിന്നെയും 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 നമ്മൾ ചുരുങ്ങി പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക, വിട്ടുകളയേണ്ട സമയമായി. നേരെ തിരിച്ചാണ് ഇവിടുത്തെ സൈക്കോളജി. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എന്താ ചിന്തിക്കണേ, അത് ഹോൾഡ് ചെയ്യണം എന്നാണ്. അങ്ങനെ നിങ്ങൾ അതിൽ കൺസ്യൂംഡ് ആയി നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ ജീവനും ഒക്കെ അതിലേക്ക് മാത്രമായി ചുരുങ്ങി പോവുകയാണെങ്കിൽ എത്രയും വേഗം അത് അവസാനിപ്പിച്ച് പുതിയ ഒരു സ്റ്റാർട്ട് തുടങ്ങേണ്ട സമയമായി എന്നുള്ളതിന്റെ ഉത്തമമായ ലക്ഷണമാണ്. കാരണം ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന വ്യക്തിക്ക് പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അപ്പൊ ഇതിൽ പരം മറ്റൊരു ഉദാഹരണം അല്ലെങ്കിൽ ഇതിൽ പരം മറ്റൊരു ലക്ഷണം കാണേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ഒതുങ്ങുന്ന ഒന്നാണെങ്കിൽ, നിങ്ങൾക്കുള്ള ക്രിയേറ്റിവിറ്റി പുറത്ത് വരാത്ത രീതിയിൽ നിങ്ങൾ ചുരുങ്ങുകയാണെങ്കിൽ എത്രയും വേഗം അത് വിട്ടുകളഞ്ഞിട്ട് പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് എടുക്കേണ്ട സമയമായും തിരിച്ചറിയുക. 5, യു ക്രേവ് ഫ്രീഡം ആൻഡ് ലൈറ്റ്നസ് ഇൻ യുവർ ലൈഫ്. അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട ഫ്രീഡം ലഭിക്കുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് മനസ്സമാധാനമായി ശ്വാസം പോലും വലിക്കാൻ പറ്റണില്ല. കാരണം മനസ്സമാധാനമായ ഒരാൾക്ക് ശ്വാസം വലിക്കണമെങ്കിൽ മനസ്സമാധാനം വേണം. മനസ്സമാധാനം വേണമെങ്കിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന നെഗറ്റീവായ ഇമോഷണൽ പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് വരാതിരിക്കണം. പക്ഷേ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പീസ് അല്ലെങ്കിൽ സമാധാനം ലഭിക്കില്ല. സമാധാനം ലഭിക്കാത്തിടത്തോളം കാലം ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരു ലൈറ്റ്നെസ് ഓഫ് ഹാർട്ട് ഫീൽ ചെയ്യില്ല. എപ്പോഴും നെഞ്ചിലൊരു കനമായിരിക്കും. നെഞ്ചിൽ കനമുള്ള വ്യക്തിയെ സംബന്ധിച്ച് എന്താ സംഭവിക്കണേ, അയാൾക്ക് ലൈറ്റ് ആയിട്ടിരിക്കാനോ അയാൾക്കൊരു ഹാപ്പി മൂഡിൽ നടക്കാനോ ഒരു ഫ്രീഡം എടുക്കാനോ ഒന്നും തന്നെ കഴിയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ലൈറ്റ്നെസ്സും അതേപോലെ തന്നെ ഫ്രീഡത്തോടെ നടക്കാനുള്ള ആഗ്രഹവും വീണ്ടും വീണ്ടും വരികയാണെങ്കിലും തിരിച്ചറിയുക, ലെറ്റ് ഇറ്റ് ഗോയുടെ സമയമായി. 6, യുവർ ഇൻറ്റ്യൂഷൻ ഈസ് അർജിങ് യു ടു എംബ്രേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ഗട്ട് ഫീലിംഗ്, അല്ല ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പോലെ വരികയാണ്. ഞാൻ എത്രയും വേഗം ചേഞ്ച് ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഒരു ഉൾവിളി പോലെ ചേഞ്ച് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കണം, ഈ സിറ്റുവേഷൻ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുടക്കത്തിൽ മനോഹരമായി മുൻപോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ഈ ഇൻറ്റ്യൂഷൻ വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, താങ്കൾ എത്ര കണ്ട് വലിയൊരു ദുഃഖകരമായ സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണെങ്കിലും താങ്കളെ കൊണ്ട് ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്ന ചില ബന്ധങ്ങളായിരിക്കാം, ചില സാഹചര്യങ്ങളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, ചില ശീലങ്ങളായിരിക്കാം, എന്തുമായിരിക്കാം, ഇത് വിട്ടുകളയേണ്ട സമയമായി എന്ന് നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷൻസ് ആണ് ഈ പറഞ്ഞ 6 ലക്ഷണങ്ങൾ. ഇത് നിങ്ങൾ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ലെറ്റ് ഇറ്റ് ഗോ ആറ്റിറ്റ്യൂഡ് എടുത്തുകൊണ്ട് വിട്ടുകളഞ്ഞ് ഒരു പുതിയ തുടക്കം കുറിക്കണം. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൃത്യമായി ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ സയന്റിഫിക് ലെവൽ അപ്രോച്ച് എടുത്തുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് ഉണ്ട്. ആ വർക്ക്ഷോപ്പ് പർച്ചേസ് ചെയ്യാനും അതിലെ പ്രോസസ്സ് കൃത്യമായി ചെയ്തുകൊണ്ട് വരുന്ന വർഷം മനോഹരമായി നിങ്ങളുടെ ഗോൾ നേടിയെടുക്കുന്ന ഒരു വർഷമാക്കി മാറ്റാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ watching this video. Wishing you all the very best. NK signing off.